നമസ്കാരം. എന്തൊക്കെയായിരുന്നു ഏക സിവിൽ കോഡ്, CAA, രാമക്ഷേത്രം, പൂജ, കുന്തം, കൊടച്ചക്രം, എന്തൊക്കെയായിരുന്നു ജനങ്ങളെ മാക്സിമം ബുദ്ധിമുട്ടിക്കാനുള്ള അത്രത്തോളം ബുദ്ധിമുട്ടിക്കാനുള്ള ഓരോ പരിപാടികൾ വരിക, എന്നിട്ട് വിവാദമാക്കുക, ചർച്ച ചെയ്യുക, അത്രയും രീതിയിലേക്കായിരുന്നു ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? അല്ല, ഞാൻ ഇന്ത്യ പോയി ഭാരതമായി വന്നല്ലോ അതിന്റെ ഇടയ്ക്ക്. ഇന്ത്യ തന്നെ പോയി മാറ്റുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ യോഗം കണ്ട, അതിന്റെ ഫോട്ടോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്, നമ്മള് കിരീട സിനിമ ഉണ്ടല്ലോ, മോഹൻലാലിന്റെ, അദ്ദേഹത്തിന് ഭരത് അവാർഡൊക്കെ കിട്ടിയ സിനിമ. ആ സിനിമയിൽ ഒരു വില്ലനായിട്ടാണ് ആദ്യം കൊച്ചിൻ ഹനീഫ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു നാട് മുഴുവൻ വിറപ്പിച്ച് തന്റെ കഠാര മുന്നിൽ വെച്ച് നാട് മുഴുവൻ വിറപ്പിക്കുന്ന ഒരു കൊച്ചിൻ ഹനീഫയുടെ സ്ഥിതിയാണ് പിന്നെ ആ സിനിമയിൽ മാറിയ ഒരവസ്ഥയിലാണ് ഇപ്പൊ നരേന്ദ്രമോദിയുടെ ആ ഒരു ഇരിപ്പുണ്ട്. ആ അറക്കാൻ നിർത്തിയ പോത്ത് നിൽക്കുന്ന പോലെയാണ് നരേന്ദ്രമോദി NDA യോഗത്തിൽ തലയും താഴ്ത്തി അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ ഇരിക്കുന്ന ആ ഒരു യോഗത്തിന്റെ ചിത്രം ഉണ്ടല്ലോ. വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതായത് ജനങ്ങള് ശരിക്കും മനസ്സിലാക്കി, ശരിക്കും എന്താണ് BJP എന്നുള്ള പ്രസ്ഥാനം എന്ന് ജനങ്ങൾ മനസ്സിലാക്കി എന്ന് വേണം പറയാം. എന്തൊരു അഹങ്കാരമായിരുന്നു ഇവർക്കൊക്കെ. അല്ല, ഞാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ കർഷകരായിട്ടുള്ള നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ട്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്, അവർക്ക് വിവരമില്ലാത്തവരാണെന്നൊക്കെ. പക്ഷെ അവരുടെ ഒരു ജനാധിപത്യ ബോധവും തള്ളിക്കളയാനുള്ള പോട പുല്ല് എന്ന് പറയാനുള്ള ആ ഒരു തന്റെ ഇടം ഉണ്ടല്ലോ, ആ തന്റെ ഇടത്തിന്റെ മുമ്പിൽ നമിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ആ നിലയിലല്ലേ എന്താണ് യഥാർത്ഥത്തിൽ വാരണസിയിൽ സംഭവിച്ചത്? വാരണസിയിൽ എന്താ സംഭവിച്ചത്? വാരണസിയിൽ പണ്ട് പറഞ്ഞ പോലെ ഏതോ ഒരു സാധാരണ BJPയുടെ നേതാവ് ജയിച്ചു വരുന്ന പോലെയാണ്. ദൈവപുത്രൻ ആരാണ്? പരമാത്മാവിന്റെ പരമ്പൊരുളിന്റെ പിന്നെ മനുഷ്യാവതാരമായിട്ട് ഇപ്പൊ കണക്കാക്കിയ ദൈവപുത്രൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ നിങ്ങള്? എവിടെയാണ് അത് സംഭവിച്ചത്? വാരണസിയിലാണ്. ആ മനുഷ്യന് ഒരു അഹങ്കാരമുണ്ട്. ശരിക്കും അഹങ്കാരത്തിന് അതിരുണ്ടാവുമെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ ഈ റിസൾട്ടിലൂടെ. കാര്യം ഒരു മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് പല BJP നേതാക്കന്മാരൊക്കെ പറഞ്ഞത് എന്താ, ഞങ്ങൾ ഇത് ഹിന്ദു രാജ്യമാക്കാൻ വേണ്ടി പോകുന്നു, മറ്റേതാക്കാൻ വേണ്ടി പോകുന്നു, മറിച്ചത്. ഇതിന്റെ ഒരു വിഷയം എന്താ, ജനങ്ങളെ കഷ്ടപ്പെടുന്ന രീതിയിൽ പല ആളുകളും സേഫ് ആണെന്ന് വിചാരിക്കുന്ന സംഭവമുണ്ട്. ഇപ്പൊ ഹിന്ദു സമുദായത്തിൽപ്പെട്ട സംഘികളൊക്കെ സംഘപരിവാറിന്റെ ആളുകളൊക്കെ എന്താണ് പറയാ, ഞങ്ങൾ സേഫ് ആണ്, ഞങ്ങൾ ഹിന്ദു സമുദായത്തിൽ. പക്ഷെ കുറച്ച് ആളുകൾ ഇവിടെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്താ ഈ ഒക്കെ എല്ലാം പോയി. ആ ഫിയർ ഫാക്ടർ ആണ് യഥാർത്ഥത്തിൽ മോഡിയും അമിത്ഷായും ഇന്ത്യയിൽ ഉടനീളം വർക്കൗട്ട് ചെയ്തത്. ആ ഫിയർ ഫാക്ടർ നിലനിർത്തുക. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യയിൽ ആകമാനം വിതറിയതും വിത്തിട്ടതും വളർത്തിയെടുത്തതും ആ ഫിയർ ഫാക്ടറാണ്. ആ ഫിയർ ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണല്ലോ നമ്മളെപ്പോഴും ഈ വലിയ വില്ലന്മാരെ കണ്ടിട്ടുണ്ടോ? മലയാള സിനിമയിലെ വലിയ വില്ലന്മാർ പിന്നീട് പിൽക്കാലത്ത് കാണുന്നത് വലിയ കൊമേഡിയന്മാരായി മാറുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് കൊച്ചിൻ ഹനീഫ. മറ്റൊന്ന് ജനാർദ്ദനനാണ്. ജനാർദ്ദനൻ മലയാള സിനിമയിലെ പിന്നെ ഭയപ്പെടുത്തുന്ന ഒരു വില്ലനായിരുന്നു. പിന്നൊന്നുള്ളത് നമ്മുടെ ഭീമൻ രഘുവാണ്. ഇങ്ങനെ തുടങ്ങി വില്ലന്മാരുടെയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, റിട്ടയർ ചെയ്ത പോലീസുകാരുടെ അവസ്ഥയാണ് ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്നുള്ളത്. തലേന്ന് വരെ സല്യൂട്ട് ചെയ്തവർ, തലേന്ന് വരെ മടിക്കുത്തഴിച്ചിട്ടവർ, അതുപോലെ തന്നെ പിറ്റേന്ന് കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്ന നിലയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് പോലീസുകാർ. വളരെ മോശമായി പെരുമാറിയ പോലീസുകാർക്കാണ് ആ അനുഭവം ഉണ്ടാവുക. അതുപോലൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇന്നത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, നരേന്ദ്രമോദി സ്വന്തം നിലയിൽ ഒറ്റയ്ക്ക് BJPക്ക് 303 സീറ്റായിരുന്നു, 272 ഭൂരിപക്ഷത്തിന്. ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ 2014 വന്നു. 2019 വരുമ്പോൾ 303 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചു. ആ BJPക്ക് ഇന്ന് 240 സീറ്റാണുള്ളത്. എന്നാൽ മുന്നണിയുടെ സ്ഥിതി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മുന്നണിയെ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. 5 വർഷം ഭരിച്ച മുന്നണിയല്ല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം ആദ്യം അതിന്റെ സൂചന ലഭിച്ചത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമാണ്. ഈ മുന്നണി വെച്ച് പോയാൽ നമുക്ക് ഈ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന, ഇന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇരുഭാഗത്തും നിൽക്കുന്ന ദ്വാരപാലകരെ പോലെ ഇരുഭാഗത്തും നിൽക്കുന്ന നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും അവസാന ഘട്ടം, പിന്നെ ഗവൺമെന്റ് തീരുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണല്ലോ നരേന്ദ്രമോദി അമിത്ഷായും ചേർന്ന് നിതീഷ് കുമാറിന് ഇപ്പുറം ചാടിക്കുന്നത്, ചന്ദ്രബാബു നായിഡുവുമായി മുറിഞ്ഞുപോയ സഖ്യം വീണ്ടും വിളക്കി ചേർക്കുന്നതൊക്കെ അവസാന ഘട്ടത്തിലാണ്. നേരത്തെ അതാരും പരിശോധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളൊന്നും യഥാർത്ഥത്തിൽ 5 വർഷം ഭരിച്ച NDA പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ച് നോക്ക്. ഈ പറയുന്ന രീതിയിൽ ഈ രണ്ട് കക്ഷികളുടെയും സംഖ്യ കൂട്ടി നോക്കി അത് ഇപ്പോഴുള്ള ഭൂരിപക്ഷത്തിൽ നിന്നൊന്ന് കിഴിച്ചു നോക്ക്. അപ്പൊ മനസ്സിലാകും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് BJP മാത്രമല്ല,
നേരത്തെ 5 വർഷം ഇന്ത്യ ഭരിച്ച 2019 തെരഞ്ഞെടുക്കപ്പെട്ട 303 സീറ്റുള്ള, അതോടൊപ്പം തന്നെ 350-ലധികം സീറ്റുള്ള NDA ഉൾപ്പെടെ പരാജയപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഈ രണ്ടുപേരുടെ അവസ്ഥ എന്താ? ആമുഖത്തിൽ ബാബു സൂചിപ്പിച്ച CAA, അതുപോലെ തന്നെ രാമക്ഷേത്രം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വർഗീയമായ അജണ്ട ഉണ്ടല്ലോ, ആ വർഗീയമായ അജണ്ടയെ അവർക്ക് ഒരിക്കലും ദഹിക്കാത്ത ആളുകളാണ് ഈ പറയുന്ന നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. അപ്പൊ അവര് രണ്ടുപേരും നിൽക്കുന്ന ഒരു ഗവൺമെന്റിൽ വലിയ വിലപേശൽ ശേഷിയോടുകൂടി അവർ ഉയർന്നു വന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഈ മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ്, ഇപ്പൊ ചുമതലയേറ്റെടുക്കാൻ പോകുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ, ഒരു സംശയവും വേണ്ട, കോംപ്രമൈസ് നടത്താൻ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത നരേന്ദ്രമോദി, തന്റെ കഠാരയുമായി അങ്ങാടി വിറപ്പിച്ചിരുന്ന കൊച്ചിൻ ഹനീഫ, ഒരു സംശയവും വേണ്ട, കോംപ്രമൈസ് നടത്തി ആ അങ്ങാടിയിൽ ഒരു ആശ്രിതനെ പോലെ കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഗവൺമെന്റിൽ ഇല്ലെങ്കിൽ ഗവൺമെന്റ് വീഴും, ഒരു സംശയവും വേണ്ട. അതിന് മടിയില്ലാത്തവരാണ് കൂടെ നിൽക്കുന്നത് 2 ചതിയന്മാരാ. തീർച്ചയായിട്ടും. അല്ല, ചതിയന്മാരെന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുന്നണി രാഷ്ട്രീയത്തിലെ മെയ്വഴക്കം യഥേഷ്ടം എടുത്തു പ്രയോഗിച്ചിട്ടുള്ള പരിചയമുള്ളവരാണവർ. ചതിയന്മാർ എന്നുള്ള നിലയിൽ അവർ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം അവരുടെ രാഷ്ട്രീയത്തെ നിലനിർത്തുന്നതിന് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പല കോമ്പിനേഷനുകളിലും അവർ കൂടി നിന്നിട്ടുണ്ട്. ചതിയന്മാർ എന്നുള്ള രീതിയിലുള്ള വിശേഷണം യഥാർത്ഥത്തിൽ രണ്ടുപേർക്കും ചേരും. കാരണം അമ്മായിയപ്പനെ തന്നെ ചതിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ TDPയുടെ തലപ്പത്തേക്ക് ചന്ദ്രബാബു നായിഡു വരുന്നത്. NT രാമറാവു ആണല്ലോ ആ പാർട്ടിയുടെ സ്ഥാപകൻ. അതേപോലെ തന്നെ സ്വന്തം രാഷ്ട്രീയ ഗുരുക്കന്മാരെ പോലും ചതിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാർ BJPയോടൊപ്പം നേരത്തെ പോയതാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ അത് നിന്നതാണ്. NDAയിൽ നിന്ന് സമീപകാലത്ത് പുറത്തു വന്നതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം മറിയുന്നതിന് ചതിയുടെ ലാഞ്ചന നമുക്ക് കൊടുക്കാമെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ പൊതുവിലുള്ള ചിത്രം നോക്കുന്ന സമയത്ത് മുന്നണി മാറുന്നതും മുന്നണിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇനി മാത്രവുമല്ല, BJPയിൽ ഇന്ന് പലയിടത്തും വന്ന അംഗങ്ങൾ എടുത്തു നോക്കിയാൽ ഏതൊക്കെ പാർട്ടിയിൽ നിന്നുള്ളവരാണ്? എല്ലാവരും ഇതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന് അവിടെ താമസം ഉറപ്പിച്ച ആളുകളാണ്. പല പാർട്ടിയിൽ നിന്ന് പെറുക്കിക്കൂട്ടിയ ആളുകളാണ്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം, നമ്മൾ ചർച്ച ചെയ്തു പോവാണ്. എടുത്തു പറയേണ്ട വിഷയം, ജനങ്ങളുടെ മേൽ കുതിര കയറിയാൽ ഒരു ദിവസം ജനം ശരിക്കും മറുപടി കൊടുക്കും, അല്ലെ? അതെ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരിക്കും കാണുന്നത്. അതായത് വല്ലാത്തൊരു ഗതിയാട്ടോ ശരിക്കും നരേന്ദ്രമോദിയുടെ. അതായത് ഒറ്റയാൾ ഭരണം. മനസ്സിലാക്കുക, ഈ ഓരോ നിയമങ്ങൾ പാസ്സാക്കുമ്പോഴും ഇപ്പോ നമ്മളെന്താ ആർട്ടിക്കിൾ 370 പാസ്സാക്കുമ്പോൾ അമിത്ഷാന്റെ പോക്കറ്റിൽ നിർത്താൻ പാസ്സാക്കുക. ഒറ്റ കാര്യം നോക്കിയാൽ മതിയല്ലോ, നമ്മുടെ സാമ്പത്തിക ശരീരത്തിലെ 86% രക്തവും ഊറ്റിക്കളഞ്ഞ നോട്ട് നിരോധനം നടപ്പാക്കുമ്പോൾ ധനകാര്യമന്ത്രി അറിഞ്ഞില്ല, RBI ഗവർണർ അറിഞ്ഞില്ല. അത്തരത്തിലൊരു ഭരണമാണ് മോദി നടത്തിയത്, അല്ലെ? ഒറ്റയാൾ ഭരണം ഇനി അത് നടക്കില്ല എന്നുള്ളത് 100% ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, നടന്നാൽ മന്ത്രിസഭ വീഴും. നന്ദി, നമസ്കാരം.